നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. പൂർവ്വസംഗമം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഗേറ്റിന് മുന്നിൽ ബോയ്സ് സ്കൂളിൻ്റെ പേരെഴുതിയ പഴയ ബോർഡ് ഇന്നും കിടക്കുന്നു. അതിൻ്റെ അക്ഷരങ്ങൾ പകുതി മാഞ്ഞെങ്കിലും ഓർമ്മകൾ മുഴുവൻ തെളിഞ്ഞു നിൽക്കുന്നു. രവി BMW കാറിൽ നിന്നിറങ്ങി ചുറ്റുമൊന്ന് നിശബ്ദമായി നോക്കി നിന്നു. ഇവിടെ നിന്നാണോ എൻ്റെ തുടക്കം? എൻ്റെ വളർച്ചയുടെ നാഴികക്കല്ല് ഇവിടമാണ്, ആത്മഗതം പോലെ ഉള്ളിൽ രവി പറഞ്ഞു. അപ്പോഴാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം 40 വർഷങ്ങൾക്ക് ശേഷം എന്ന ചൂണ്ടുപലകയോടുകൂടിയ ബോർഡ് കണ്ടത്. നേരത്തെ എത്തിയതുകൊണ്ട് ആരെയും കാണുന്നില്ല. കോമ്പൗണ്ടിനകത്ത് കയറുമ്പോൾ വാതിലും ജനലുമില്ലാത്ത ഇഷ്ടികകൾ കൊണ്ട് തിരിച്ച പഴയ ക്ലാസ് മുറികളും ബെഞ്ചുകളും കറുത്ത ബോർഡും മൈതാനവും എല്ലാം തന്നെ രവിയെ ചെറുപ്പത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. അയ്യോ, ഇത് രവിയല്ലേ? തിരിഞ്ഞു നോക്കിയപ്പോൾ ബാലു. പിന്നെ ഓരോരുത്തരായി വരാൻ തുടങ്ങി. പഴയ തമാശകൾ, കളിയാക്കലുകൾ, ചിരികൾ എല്ലാം ഒരു പുനരാവർത്തനം പോലെ ഓരോരുത്തരെയും തങ്ങളുടെ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ മൈക്കിൽ പ്രഖ്യാപനം വന്നു. എല്ലാവരും ഹാളിലേക്ക് വരിക. നമ്മുടെ പ്രിയപ്പെട്ട ഗണിതാധ്യാപകൻ ശങ്കരൻ നായർ സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ ഒരാൾ വേദിയിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് സാർ ചോദിച്ചു, ഇവരൊക്കെയാണോ എൻ്റെ കുട്ടികൾ? അതെ സാർ, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. സാർ ചുറ്റും കണ്ണോടിച്ചു. മീറ്റിംഗ് തുടങ്ങി. സാറിന് ആരെയും കണ്ടിട്ട് ഓർമ്മയില്ല. എങ്കിലും പല്ലില്ലാത്ത മോണ കാണിച്ച് ചിരിച്ച് സാർ സന്തോഷം പങ്കുവച്ചു. നിങ്ങൾക്ക് A+B² എത്രയാണെന്ന് ഇപ്പോൾ അറിയുമോ? ഇത് ചോദിച്ചത് സാറ് എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. വളരെ ശ്രദ്ധിച്ചപ്പോഴാണ് സാറ് ചോദിച്ചതിൻ്റെ വിശദാംശം മനസ്സിലാക്കിയത്. എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. സാർ, ഇപ്പോൾ ഞങ്ങൾ EMI ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹോൾ മുഴുവൻ വീണ്ടും പൊട്ടിച്ചിരിയിൽ മുഴുങ്ങി. സാറും ആ കൂട്ടച്ചിരിയിൽ പങ്കെടുത്തു. പഴയ ക്ലാസ് ഫോട്ടോ ബാലു പ്രൊജക്റ്റ് ചെയ്തു. അവിടെ വന്നിട്ടില്ലാത്ത ഓരോരുത്തരെയും തമ്മിൽ അന്വേഷിച്ചു. ഫോട്ടോയിൽ സാറിൻ്റെ അടുത്തിരിക്കുന്ന കൊച്ചു പയ്യൻ സുരേഷ് എവിടെ? രവി അന്വേഷിച്ചു. ബാലു അല്പനേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, അത് സുരേഷേ. രവിയുടെ മുഖം മാറി. സുരേഷ്, നമ്മുടെ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്ന സുരേഷ്? അതെ, അവൻ തന്നെ. അവനിപ്പോൾ എവിടെയാണ്? അവൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ഉടനെ അവൻ്റെ അച്ഛൻ വളരെ അപ്രതീക്ഷിതമായി ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അങ്ങനെ അവൻ പഠനം നിർത്തി കുടുംബം നോക്കാനായിട്ട് ചെറിയ ജോലിക്ക് പോകാൻ തുടങ്ങി. നമ്മൾ ഓരോരുത്തരും കോളേജ്, ഉപരിപഠനം, ജോലി തേടി പുറം രാജ്യങ്ങളിൽ പോകൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൻ സ്വന്തം ജീവിതം തന്നെ പഠിക്കുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് വാക്ക് പൂർത്തിയാക്കാൻ ബാലുവിന് കഴിഞ്ഞില്ല. ആ ഫോട്ടോയ്ക്ക് മുന്നിൽ എല്ലാവരും നിശബ്ദരായി നിന്നു. ഒരിക്കൽ ക്ലാസ്സിൽ എല്ലാവരെയും സഹായിച്ചിരുന്ന സുരേഷ്, പഠിക്കാൻ മോശമായ കൂട്ടുകാർക്ക് കോപ്പി അടിക്കാൻ പോലും സഹായിച്ചവൻ, ഇപ്പോൾ ഒരു ഫോട്ടോ ആയി മാറിയിരിക്കുന്നു. ശങ്കരൻ സാർ മുന്നോട്ട് വന്ന് ഞങ്ങളെ നിർവികാരനായി നോക്കി നിന്നു. സാറിനൊന്നും മനസ്സിലാകുന്നില്ല. ഫോട്ടോ നോക്കി നിന്ന എല്ലാവരുടെയും കണ്ണുകൾ നനഞ്ഞു. അപ്പോഴാണ് സുരേഷിൻ്റെ വീടിനെക്കുറിച്ച് ഹൃദയം നുറുങ്ങുന്ന വിവരങ്ങൾ സുഗു പറഞ്ഞത്. സുരേഷിൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. രോഗിയാണ്. ഭാര്യയ്ക്ക് ജോലി ഒന്നുമില്ല. ചെറിയ ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവൻ്റെ ഒരു മകൻ പ്ലംബിംഗ് പണിക്ക് പോകുന്നു. ഇളയ കുട്ടി പഠനം തുടർന്നു കൊണ്ടുപോകാൻ പറ്റാതെ വീട്ടിൽ നിൽക്കുന്നു. ആ വാക്കുകൾ കേട്ടതോടെ എല്ലാവരും സ്തബ്ധരായി. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഓരോരുത്തരെയും സുഗു അന്വേഷിച്ചപ്പോഴാണ് സുരേഷിൻ്റെ വിവരങ്ങൾ അറിഞ്ഞത്. ഒരു നിമിഷം ആരും മിണ്ടിയില്ല. എല്ലാവരും ഒരേ ചിന്തയിലായിരുന്നു. അപ്പോഴാണ് രവി മുന്നോട്ട് വന്നത്. നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിവിടെ വന്നത് ഓർമ്മകൾക്ക് വേണ്ടി മാത്രമാണോ? നമ്മളിൽ ഒരാൾ നമ്മളായില്ല, പക്ഷേ നമ്മളെല്ലാം ആരൊക്കെയോ ആയിരിക്കുന്നു. ഉടനെ ബാലു കൈ ഉയർത്തി. ഞാൻ തുടങ്ങാം. സുരേഷിൻ്റെ ഇളയ മകൻ്റെ പഠനച്ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം. അവൻ്റെ അമ്മയുടെ ചികിത്സ ഞാൻ നോക്കാം, മറ്റൊരാൾ പറഞ്ഞു. ഒരു ചെറിയ വീട് നമുക്കെല്ലാവർക്കും കൂടി അവർക്ക് വാങ്ങിക്കൊടുത്താലോ? മധു വികാരനിർഭരനായി ചോദിച്ചു. കൂടാതെ ഞാൻ മാസം തോറും ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഗൾഫിൽ വ്യവസായിയായ രവി ഉറച്ച വാക്കുകളോടെ പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ആ ഹോൾ ഒരു റീയൂണിയൻ എന്നതിൽ നിന്ന് ഒരു കുടുംബമായി മാറി.
മുന്നോട്ട് വന്ന് മധു പറഞ്ഞു. ശങ്കരൻ സാറിൻ്റെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായി. a+b²=a²+b² + 2ab. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. അപ്പോൾ തന്നെ സുരേഷ് വി ആർ വിത്ത് യു എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അവർ ഉണ്ടാക്കി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ തൽക്കാലം കുറേ ക്യാഷ് അവർ ശേഖരിച്ചു. എല്ലാവരും കൂടി സുരേഷിൻ്റെ വീട്ടിൽ പോകാനും തീരുമാനിച്ചു. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് എല്ലാവരും നിന്നു. ഇപ്പോൾ ആ പഴയ ക്ലാസ് ഫോട്ടോയിലെ സുരേഷിൻ്റെ സീറ്റ് ഒഴിഞ്ഞതല്ലായിരിക്കുന്നു. സുരേഷ് നമ്മളിലൊരാളായി മാറിയിരിക്കുന്നു. ക്യാമറ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് രവി പതുക്കെ പറഞ്ഞു, ഇന്ന് നമ്മൾ വീണ്ടും കുട്ടികളായി. സ്കൂൾ മൈതാനത്തെ കാറ്റ് വീശി. പക്ഷേ ആ കാറ്റിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. ഒരു കൂട്ടം പഴയ സുഹൃത്തുക്കൾ ഇന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതം വീണ്ടും എഴുതാൻ തുടങ്ങി. ജീവിതം എല്ലാവർക്കും ഒരേ വഴി നൽകുന്നില്ല. പക്ഷേ ഓർമ്മകൾ എല്ലാവരെയും ഒരേ സ്ഥലത്ത് വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്നു. സൗഹൃദം എന്നത് ഒരുമിച്ച് ചിരിക്കുന്നതല്ല, ആവശ്യമുള്ളപ്പോൾ ഒരാളുടെ ജീവിതം പിടിച്ചുയർത്തുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ചെറിയ സ്ഥലം സുരേഷിനായി ഒഴിച്ചിടണം. മീറ്റിങ്ങിൻ്റെ സമാപന പ്രസംഗത്തിൽ രവി വികാരാധീനനായി പറഞ്ഞു നിർത്തി. കഥ ഇഷ്ടപ്പെട്ടുവല്ലോ. ഇനി അടുത്തൊരു നല്ല കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.